കാന്ത ദുൽഖർ സൽമാനും റാണ രഘുപതിയും പ്രൊഡ്യൂസ് ചെയ്ത് അവർ രണ്ടുപേരും തന്നെ ലീഡ് റോളിൽ വന്ന ചിത്രമാണ് കാന്ത. നമ്മളിന്ന് പടം കണ്ടായിരുന്നു. പടം എന്താ പറയുക, ഒരു 1950 മദ്രാസിലെ ഒരു സിനിമ സെറ്റിൽ നടക്കുന്ന ഒരു സിനിമ ഷൂട്ടിംഗ്, അവിടെ സംവിധായകനും നടനും തമ്മിലുള്ള ഈഗോ ക്ലാഷ്, തുടർന്ന് നടക്കുന്ന ഒരു സംഭവവികാസം, അത് അന്വേഷിക്കാൻ വരുന്ന ഒരു പോലീസ് ഓഫീസർ, ഇവരെ ചുറ്റിപ്പറ്റി പോകുന്ന ഒരു സിനിമയാണ്. സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് മേക്കിംഗ് ആണ്. ഒരു 60കളിലേക്ക് ഒരു സിനിമ സെറ്റും മദ്രാസും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ്, ഹൈ മൊമെന്റ് പെർഫോമൻസ് ഒന്നും അങ്ങനെ തോന്നിയില്ല. എല്ലാവരും ഡീസന്റ് പെർഫോമൻസ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിലാണ് റാണ വരുന്നത്. റാണ വരുന്നതോടെയാണ് കുറച്ചും കൂടി ഒരു പേസ് പടത്തിന് കിട്ടുന്നത്. അതൊരു ഇച്ചിരി ലാഗ് പടത്തിന് തോന്നിയാണ്. പിന്നെ സിനിമയുടെ BGM ചെയ്തിരിക്കുന്ന മലയാളികളുടെ സ്വന്തം ജെക്സ് ബിജോയാണ്. ആ പടത്തിന്റെ മൊമെന്റ് നല്ല രീതിയിൽ ലിഫ്റ്റ് ചെയ്യുന്ന BGM ആണ് ജെക്സ് ചെയ്തിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി പടം അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ദഹിക്കില്ല. ഒന്നാമത്തെ കാര്യം, ഈ സിനിമ ഒരു 60കളുടെ സെറ്റിംഗ്സ് ആണ്. ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഒരു സിനിമ ഷൂട്ടിംഗ് ആണ്. സിനിമ ഷൂട്ടിംഗ് അതിൻ്റെ ഇടയിൽ നടക്കുന്ന ഈഗോയാണ്. പക്ഷേ ആ സിനിമ ഷൂട്ടിംഗ് ഒക്കെ ഒരു 60s ആക്ടിംഗ് ആണ് കാണിക്കുന്നതല്ലോ. അപ്പോൾ അതൊന്നും എല്ലാവർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളില്ല. ക്ലൈമാക്സ് പോർഷനിലെ ഇമോഷൻസ് ആണെങ്കിലും ഞാൻ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ചില കാണികളൊക്കെ പോകുന്നുണ്ടായി. കാരണം ഇന്നത്തെ ജനറേഷൻ അത് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഒരു റിട്രോ ടൈപ്പ് മൂവി എന്നുള്ള നിലയിൽ സിനിമ ഒരു വാച്ചബിൾ പടമാണ്. പക്ഷേ ഓവറോൾ ഒരു നോർമൽ ഓഡിയൻസ് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുമെന്ന് കണ്ടറിയും.